ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 43-44 വാക്യങ്ങൾ. നിന്റെ സന്ദർശനത്തിൻ്റെ കാലം നീ അറിയാതിരുന്നതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുകയും നിന്നെയും നിന്റെ ഉള്ളിൽ വെച്ച് നിന്റെ മക്കളെയും നശിപ്പിക്കുകയും കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഭാരിക്കുമോ. വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാവുന്നതാണ് ദൈവം കാരുണ്യത്തിൻ്റെ ദൈവമാണ്, എന്നാൽ അവൻ ന്യായവിധിയുടെയും ദൈവമാണ് എന്നുള്ളത്. കരുണയുള്ളവർക്ക്, ഹൃദയ ശാന്തിയുള്ളവർക്ക്, സമാധാനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവൻ കരുണയുടെ ദൈവമാണ്. എന്നാൽ സമാധാനം നശിപ്പിക്കുന്നവർക്ക്, കാരുണ്യം വറ്റിയ ഹൃദയമുള്ളവർക്ക്, ദുഷ്ടത പ്രവർത്തിക്കുവാൻ വിമ്പുന്നവർക്ക്, സ്വന്തം ഹൃദയവിചാരങ്ങളാൽ മലിനപ്പെടുന്നവർക്ക്, അങ്ങനെ ദോഷം ചിന്തിക്കുകയും ദോഷം പ്രവർത്തിക്കുകയും ദോഷം മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും അവൻ ന്യായവിധിയുടെ ദൈവമാണ്. ഇവിടെ നമുക്ക് കാണാം, ജെറുസലേമിൻ്റെ പതനത്തെപ്പറ്റി യേശു വിലപിക്കുകയാണ്. അവൻ്റെ കണ്ണിൽ നിന്നും അതോർത്ത് അവൻ കണ്ണുനീർ പൊഴിക്കുകയാണ്. നമുക്കറിയാം, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം AD 70 അന്നത്തെ റോമ ചക്രവർത്തിയായ തീത്തൂസ് ജെറുസലേം ദേവാലയം നശിപ്പിക്കുന്നു. യഹൂദന്മാർ വളരെ പേർ കൊല്ലപ്പെടുകയും കുറേ പേർ തടവിലാക്കപ്പെടുകയും പിന്നീട് അവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ചിതറിപ്പോകേണ്ടി വരികയും ചെയ്യുന്നു. ഏതാണ്ട് 1850 വർഷങ്ങൾക്ക് ശേഷം 1948 യഹൂദരാജ്യമായി ഇസ്രയേൽ രൂപപ്പെടുത്തുന്നത്. വീണ്ടും ഏകദേശം 20 വർഷം കഴിഞ്ഞാണ് 1968 ജെറുസലേം പട്ടണത്തിൻ്റെ അവകാശം അവർക്ക് യഹൂദന്മാർക്ക് ലഭിക്കുന്നത്. യഹൂദരാജ്യമായി ഇസ്രായേൽ രൂപം കൊണ്ടിട്ട് ഏകദേശം ഇന്നേക്ക് 55 വർഷമായെങ്കിലും ഇന്നും ആ ദേവാലയം, യഹൂദന്മാരുടെ അതിവിശുദ്ധ മന്ദിരം, ഇന്നും തകർക്കപ്പെട്ട് കിടക്കുന്നു. വിശുദ്ധ മന്ദിരത്തിൻ്റെ ഒരു മതിൽ മാത്രം ഇന്നും നമുക്കവിടെ കാണാം. ആ മതിലിൽ തലകൾ മുട്ടിച്ച് പ്രാർത്ഥിക്കുന്ന യഹൂദന്മാർ. നമുക്കറിയാം, സ്റ്റെഫാനോസ് സഹദായെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിലൂടെ മതപീഡനം ആരംഭിക്കുകയും ആളുകളെല്ലാം, പ്രത്യേകിച്ച് യേശുവിൽ വിശ്വസിക്കുന്ന ആളുകളെല്ലാം യെരുശലേമിൽ നിന്ന് പലായനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. യേശു പറഞ്ഞിരുന്ന ആ ഒരു സംഗതി, യെരുശലേമിൻ്റെ പതനവും ദേവാലയത്തിൻ്റെ തകർച്ചയും, അതിലൂടെ പഴയ നിയമ സംവിധാനം ഇല്ലാതാകുകയാണ്. പഴയ നിയമ പൗരോഹിത്യവും അതോടെ അസ്തമിക്കുകയാണ്. ആടുമാടുകളുടെ ബലിയർപ്പണവും അതിലൂടെ യഹൂദന്മാർ വിശ്വസിച്ചിരുന്ന പാപമോചനവും അവർക്ക് അത് ഇല്ലാതാകുകയാണ്. ദൈവം തൻ്റെ മകനിലൂടെ, തൻ്റെ ഏകജാതനായ പുത്രൻ തമ്പുരാനിലൂടെ നമ്മുടെ എല്ലാവരുടെയും പാപ പരിഹാരാർത്ഥം ക്രൂശിൽ തറയ്ക്കപ്പെടുകയും അവൻ ഒരു ബലിയായി സ്വയം അർപ്പിക്കപ്പെടുകയും ചെയ്ത് ആ ക്രിസ്തുവിൽ നമ്മൾ ഓരോരുത്തരും അവൻ്റെ സഭയിലായിരിക്കുകയും അവനിൽ വിശ്വസിക്കുകയും അവൻ നമുക്കായി പാപബലിയായി തീർന്നു എന്നുള്ള ആ വലിയ സത്യം ഉൾക്കൊണ്ട് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും അവൻ്റെ കാരുണ്യത്തിൻ്റെ സ്പർശനം, അവൻ്റെ കരുണയുടെ മുഖം നമ്മൾ കണ്ട് അവൻ്റെ കാരുണ്യം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായി നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ ഓരോരുത്തരിലും അളവറ്റ് ഉണ്ടാകുവാനും ആ സ്നേഹം നമ്മളെ ഓരോരുത്തരെയും അവനിലേക്ക് ഓരോ ദിവസവും കൂടുതൽ അടുപ്പിക്കുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.